നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഞാനും അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് രണ്ടാമത് കുടിച്ചു പോകുന്നത്? കുടി നിന്നൊക്കെ മാറി നിന്ന് വളരെ സുഖകരമായും സന്തോഷകരമായും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിന്നെ കുടിച്ചു പോവുക. എങ്ങനെയാണ് ഇത് കുടിച്ചു പോകുന്നത്? രാജേഷ് ചേട്ടാ, ഓക്കെ. എങ്ങനെയാണ് കുടിച്ചു പോകുന്നത് എന്ന് നമുക്ക് പലർക്കും അറിയില്ല. അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പുനഃപതനം ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു നല്ല ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അത് പരമാവധി അതിൻ്റെ രക്ഷപ്പെടാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക? അതിനെ നമുക്ക് എങ്ങനെ തടയാൻ കഴിയും? ഈ 3 ഘട്ടങ്ങളിലൂടെയാണത് നമുക്കത് പങ്കുവെച്ച് പോകേണ്ടത്. അപ്പോൾ ഈ മദ്യാസക്തി എന്ന് പറഞ്ഞ ഒരു രോഗമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ പൂർണ്ണമായും മനസ്സിലാക്കേണ്ട ഒരു രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് 4 തരത്തിൽ തന്നെ നമ്മളെ പിടിമുറുക്കിയിട്ടുള്ള ഒരു മാരക രോഗമാണെന്നുള്ളൊരു തിരിച്ചറിവാണ്. ഇതൊരു ശീലമല്ല, ഒരു മദ്യപിക്കുന്നൊരു ശീലമല്ല, മറിച്ച് ഇതൊരു രോഗാവസ്ഥയാണ്. അതായത് ഒരു ശാരീരിക രോഗാവസ്ഥയാണ്. അതായത് ശരീരത്തിലേക്ക് മദ്യം ചെന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും 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 വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മളുടെ ശരീരത്തിനുണ്ട്. അതാണ് ശാരീരിക രോഗാവസ്ഥ. അത്തരം ഒരു ശരീരവുമായിട്ടാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്. ഒരു അലർജിയുള്ള ശരീരമായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ കാര്യം, ശാരീരിക രോഗമാണ്. രണ്ടാമത്തത് മാനസിക രോഗമാണെന്നാണ്. മാനസിക രോഗം എന്ന് പറഞ്ഞാൽ മനസ്സ്, എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ചിന്തയാണ്. അപ്പൊ ചിന്തയെ നിയന്ത്രിക്കുന്നത് ഈ ബോധമാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ബോധമുള്ള ഒരു മനസ്സാണെങ്കിൽ അത് ചിന്ത കുറച്ചും കൂടി ഒരു വ്യക്തത ഉണ്ടാവും. അപ്പൊ ആ ബോധത്തെ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് തരത്തിലാണ് ചിന്തിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശ്ന പരിഹരണം, യുക്തിപരമായി ചിന്തിക്കുക, ശരിയായ തീരുമാനം എടുക്കുക, കാര്യകാരണങ്ങളെ വിശകലനം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു തരം മാനസിക രോഗമാണ് ഈ മദ്യാസക്ത രോഗം. അങ്ങനെ ഈ ചിന്ത ഒരു വൈകല്യം ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഈ ചിന്തയുടെ ഫലമായി ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ ഫലമായി വികാരങ്ങളെ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ട് നെഗറ്റീവ് വികാരങ്ങളാണ് കൂടുതലായിട്ടും സ്വാഭാവികമായിട്ടും ഉൽപ്പാദിപ്പിക്കുക. അതുകൊണ്ട് ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, സങ്കടം എന്ന് വേണ്ട സ്വാർത്ഥത തുടങ്ങിയിട്ടുള്ള എല്ലാ നെഗറ്റീവ് വികാരങ്ങളും പുറപ്പെടുവിക്കുന്നുകൊണ്ട് ഒരു വൈകാരിക രോഗമാണ്. അതിനെ ആ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കാരണം ചിന്തയെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇത് വൈകാരിക രോഗമാണ്. അതിനൊക്കെ പുറമേ ഉള്ളത് ഒരു ആത്മീയ രോഗമാണെന്നാണ് പറയുന്നത്. അതാണ് പലർക്കും അറിയാത്ത ഒരു രോഗം എന്ന് പറഞ്ഞത്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഗതികളുണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ ഒക്കെ ഈ ആത്മീയത എന്ന് പറയുമ്പോൾ ഒക്കെ ദൈവത്തിൻ്റെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആത്മീയത പറയുക. യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ടതല്ല. ദൈവം മതപരമായ കാര്യങ്ങൾ നമ്മളോട് പറയണത് നമ്മുടെ മനസ്സിൽ പോലും അടിത്തട്ടിൽ പോലും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു നന്മയുണ്ട്. എല്ലാ നന്മകളും ചില ചീത്ത പറയുക, വഴക്ക് പറയുക, കുറ്റം പറയുക, അതുപോലെ തന്നെ തെറി വിളിക്കുക, കള്ളത്തരം കാണിക്കുക, കളവ് പറയുക, കൈക്കൂലി വാങ്ങുക, മറ്റുള്ളവരുടെ പാര വെക്കുക എന്ന് വേണ്ട ഈ പറഞ്ഞിട്ടുള്ള കുറേ സ്വഭാവ വൈകല്യങ്ങൾ
ഒക്കെ ആത്മീയതയ്ക്കെതിരാണ്. ഇതൊന്നും ദൈവത്തിന്റെ ഭാഗമല്ല. മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക എന്നുള്ളത് വൈകാരികമാണെങ്കിലും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഈ മദ്യപിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മളാരെയും അങ്ങനെ വിശ്വസിക്കില്ല. പിന്നെ പൈസ വാങ്ങിച്ചാൽ കടം വാങ്ങിച്ചാൽ ചിലപ്പോൾ കൊടുക്കില്ല. പിന്നെ നുണയേ പറയൂ. പിന്നെ കിട്ടാവുന്നിടത്തോളം പൈസ വാങ്ങും. തെറി വേണേ വിളിക്കും, നുണ പറയുക എന്ന് വേണ്ട, അങ്ങനത്തെ കുറേ സ്വഭാവങ്ങൾ നമ്മൾ മദ്യപിക്കുന്ന സമയത്തുണ്ട്. ഈ അത് മനസ്സിൽ അലിഞ്ഞു കിടക്കുന്ന ബോധ മനസ്സിൽ സെറ്റായി കിടക്കുന്ന ഒരു സംഗതിയാണ്. അത് നമ്മളുടെ രീതിയായി മാറിയിട്ടുണ്ട്. ആ രീതിയായി മാറിയതുകൊണ്ട് അത് ചെയ്യുന്നതിന് നമുക്കൊരു തടസ്സവും ഇല്ല. ഇപ്പോൾ ഒരാളെ പൈസ വാങ്ങിയിട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു തടസ്സവും എൻ്റെ മനസ്സിലില്ല. കാരണം ഞാൻ എത്രയോ കാലമായിട്ട് അത് അങ്ങനെ ചെയ്യുന്ന. ഞാൻ കളവ് പറയുക, കളവ് പറഞ്ഞതിന് കുറ്റബോധം എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എത്രയോ കാലമായി പറഞ്ഞ് കളവ് പറയുക എന്നുള്ളത് എൻ്റെ ഒരു പോസിറ്റീവായി മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് ഇത്തരം സംഗതികളെ അതിൻ്റെ മറുവശത്തേക്ക് മാറ്റുന്നതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്നെ കൊണ്ട് ഒരാൾക്കും ഒരു തരത്തിലും ഒരു ഉപദ്രവവും ഇല്ലാത്ത, മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലും ഞാൻ കൈകടത്താത്ത, മറ്റൊരാളെയും വേദനിപ്പിക്കാത്ത തരത്തിലുള്ള എൻ്റെ ഒരു പെരുമാറ്റമാണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്നത്. ആ എന്താ പറയാ, ചതിയില്ല, നീതിക്കനുസരിച്ച് പെരുമാറൂ, ധർമ്മവും ന്യായവും നോക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറുള്ളൂ, സത്യത്തിന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കൂ, ശരിയായ കാര്യങ്ങളെ ചെയ്യൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ ഈ ആത്മീയത എന്ന് പറയുന്നത്. അപ്പൊ ഈ തരത്തിലും നമ്മൾ മദ്യാസക്തര്, രോഗം ബാധിച്ച ആൾക്കാരായതുകൊണ്ട് ഇതെല്ലാം നമ്മളുടെ മനസ്സിൽ, ഉപബോധ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടോ അങ്ങനെയുള്ള ഒരു വികൃതമായ ഒരു മാനസികാവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ മദ്യാസക്തരുള്ളത്. ഒരു പക്ഷേ പുറമെ ആൾക്കാർക്ക് വലിയ ദോഷകരമായി മറ്റുള്ളവർക്ക് ബാധിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്തരം ചില ചിന്തകൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരു കൈക്കൂലി വാങ്ങാം. കൈക്കൂലി വാങ്ങുന്ന ഒരാളാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്നപ്പോൾ തെറ്റാണോ? ഇപ്പോൾ കുറേ ഇത് ചെയ്തു കൊടുത്തല്ലേ. അപ്പോൾ കൈക്കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ കുറച്ചു കാലം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈക്കൂലി ഒരു റൈറ്റായി മാറുകയാണ്. അത് കിട്ടിയാലേ സാധനം ചെയ്തു കൊടുക്കുള്ളൂ. അപ്പോൾ കുറേ കാലം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സംഗതി അയാളുടെ മനസ്സിൽ അത് ഒരു ശരി എന്നുള്ള രൂപത്തിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ തെറി പറയാം. തെറി പറയുന്നത് അത് ഞാൻ ചില കാരണന്മാരൊക്കെ കണ്ടിട്ടില്ല. അയാൾ ചിലപ്പോൾ തെറി പറയും. അപ്പൊ അത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രീതി അതാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരത് എന്താ പറയാ, അത് അംഗീകരിച്ച് പോരാണ് ചെയ്യുക. അപ്പോ കളവ് പറയുക, എന്ത് നാവെടുത്ത് കഴിഞ്ഞാൽ കളവ് പറയും. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ആത്മീയതയ്ക്ക് വിരുദ്ധമായ ഒരു സ്വഭാവ സവിശേഷതയും കൂടി ഒക്കെ ഉള്ള ആളാണ് ഈ മദ്യാസക്തൻ. ഇപ്പൊ ഈ 4 തരത്തിലും രോഗം ബാധിച്ചതായതുകൊണ്ട് ഇയാൾ മദ്യപാനത്തിൽ നിന്ന് അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ ഇയാള് ഈ ഫിസിക്കലായിട്ടുള്ള ആ സാധനം മാത്രമാണ് അങ്ങോട്ട് മാറ്റിവെച്ചത്. പിന്നെ ബാക്കിയുള്ള എല്ലാ സംഗതികളും അയാളുടെ ഉള്ളിൽ കിടക്കുന്നു. ഏത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് അയാളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ അതങ്ങനെ കിടക്കുകയാണ്. അയാൾ മാറ്റിവെച്ചത് മദ്യം മാത്രമേ ഉള്ളൂ. ഈ മദ്യം മാറ്റിവെച്ചത് കൊണ്ട് അയാളുടെ ശാരീരികമായ അസ്വസ്ഥതകൾക്ക് കുറെ കുറവുണ്ടാവും. അതുകൊണ്ട് തന്നെ അയാൾ ഉന്മേഷവാനും ഉഷാറും ഒക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് ഇയാൾ ഈ നടക്കുന്നതാണ്. അപ്പോൾ കുടി നിർത്തി. ഇയാൾ വളരെ സന്തോഷത്തോടുകൂടി ഇപ്പം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല ഡ്രസ്സൊക്കെ ധരിക്കുന്നു, സംഗതിയൊക്കെ ധരിക്കുന്നു ഒക്കെ ആണെങ്കിൽ പോലും ഇയാളുടെ മനസ്സിൻ്റെ അടിത്തട്ടില് ഈ നേരത്തെ പറഞ്ഞ മാനസികമായിട്ടും
വൈകാരികമായിട്ടും ആത്മീയമായിട്ടും അയാൾ സ്വരൂപിച്ചു വെച്ച ഒരുപാട് കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഇതിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അയാൾക്ക് കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. കാരണം ഉള്ളിൽ നിന്നുള്ള ഈ ഒരു ടെൻഡൻസി, ഈ നെഗറ്റീവായിട്ടുള്ള ഈ ഒരു കാര്യത്തിന്റെ കൂടെ തന്നെ മദ്യപിക്കണം എന്നുള്ള ഒരു ചിന്ത ഓട്ടോമാറ്റിക്കായിട്ട് വരികയും അയാൾ കഷ്ടപ്പെട്ട് അയാൾ മദ്യപാന സന്ദർഭത്തിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു പോവുകയും ചെയ്യാം. അത് ഏറെ കാലം അത് നിലനിൽക്കില്ല. അങ്ങനെ ഈ എന്താ പറയാ, മദ്യപാനം നിർത്തി ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ നടക്കുന്ന പല ആൾക്കാരും പിന്നീട് റിലാപ്സ് ആവാൻ കാരണം ഇയാൾ മറ്റു ഭാഗങ്ങളിൽ അയാൾ പരിവർത്തനം നടത്താനുള്ള ഒരു എഫർട്ട് എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുക. കാരണം അതിനെക്കുറിച്ച് അയാൾ ചിന്തിച്ചിട്ടേ ഇല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം മദ്യപാനമായിരുന്നു. മദ്യപാനം അയാൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് മാറിക്കോളും എന്ന് അയാൾ വിചാരിക്കുന്നു. അങ്ങനെ അയാൾ വളരെ എന്താ പറയാ, AA മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്നു. പക്ഷെ AA മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോഴും അയാളുടെ ഉള്ളിലേക്ക് അയാൾ ഇറങ്ങാതെ അയാൾ പുറമേ കൂടിയൊക്കെ എല്ലാം ചലിച്ച് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ അതിങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന ചില നേട്ടങ്ങള്, ചില അംഗീകാരങ്ങൾ ഇയാളെ മോഹിപ്പിക്കുന്നു. ചിലപ്പോൾ ഒരു മെഡലൊക്കെ വാങ്ങുമ്പോഴേക്കും ഇയാൾക്ക് വളരെ സന്തോഷം വരുന്നു. വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇയാളെല്ലാം നല്ലതാന്ന് പറയുമ്പോൾ ഇയാൾക്ക് സന്തോഷം വരുന്നു. അങ്ങനെ ഇയാൾ വളരെ സന്തോഷപൂർവമായിരിക്കും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ മറ്റു 3 കാര്യങ്ങൾ അവിടെ കിടക്കുന്നത് കൊണ്ട് അത് ഏത് സമയത്തും തലപൊക്കുകയും അത് നമ്മളുടെ ചിന്തയെ സ്വാധീനിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ സംഗതികളെ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ റിലാപ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ മദ്യം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയല്ല. നമ്മളുടെ മദ്യപാന സദസ്സുകൾ നമ്മളുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. അപ്പോൾ മദ്യം നമുക്ക് കാണാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. മദ്യപിക്കുന്ന കാണാനുള്ള അവസരങ്ങളുണ്ട്. ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, പിറന്നാളുകൾ, അതുപോലെ തന്നെ ഉള്ള പരിപാടികൾ ഒക്കെ മദ്യം വിളമ്പുന്നത് കാണാം. അതേപോലെ ഈ മദ്യപിക്കാനുള്ള സന്ദർഭം എന്ന് പറഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ, വെറുപ്പ് വരുമ്പോൾ, വിദ്വേഷം വരുമ്പോൾ, ഏതെങ്കിലും വികാരം കയറി വരുമ്പോൾ നമ്മൾ മദ്യപിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ, നമ്മൾ എന്താ പറയുക, ഏതെങ്കിലും യാത്ര പോകുമ്പോൾ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ മദ്യവുമായിട്ട് കണക്റ്റഡാണ്. ഒരു 100 സന്ദർഭങ്ങളെങ്കിലും ഉണ്ട്, ഞാനത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, മദ്യവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സംഗതി. അതായത് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് വരുമ്പോൾ മറ്റേത് ഓർമ്മ വരിക എന്നുള്ളതാണ് കണക്റ്റഡ്. മിക്കവാറും നമുക്ക് അങ്ങനെയാണ്, ഏതോ കാര്യവും നമുക്ക് ഓർമ്മ വരുന്നത് അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു സംഗതി വരുമ്പോൾ. അപ്പം നമ്മൾ വേറൊരാളുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം, വർത്തമാനം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഉണ്ടങ്ങാണ്ട് നടന്നൊരു സംഭവം ഇയാൾ പെട്ടെന്ന് ഓർത്ത് പറയുന്നേക്കാം. അതേപോലെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-20 വർഷത്തിന് ശേഷമാണ് ഇറങ്ങുന്നതെങ്കിൽ 20 വർഷം മുമ്പ് അവിടെ വന്നപ്പോൾ ഉണ്ടായ അനുഭവം അയാളുടെ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരും. അത് കണക്ഷനാണ് മനസ്സിൽ, അതവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു 100 കൂട്ടം നമ്മുടെ സന്ദർഭങ്ങൾ, അതായത് മാനസിക സന്ദർഭങ്ങൾ, അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള സന്ദർഭങ്ങൾ കുടിക്കാനുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്കായി പോകുമ്പോഴേക്കും നമ്മൾ കുടിക്കലുണ്ടായിരുന്നു. അതുപോലെ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് ഒറ്റയ്ക്കായാൽ അപ്പം ആദ്യത്തെ ചിന്ത കുടിയെക്കുറിച്ചായി വരിക. യാത്ര പോകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ടൊരു യാത്ര പോകുമ്പോൾ ആദ്യം കുടിയെക്കുറിച്ചാണ് ചിന്ത വരിക. അപ്പോൾ ഈ കണക്റ്റഡ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ ആ ചിന്തകളെ കുടിയിലേക്ക് നയിക്കാതിരിക്കാൻ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ റിലാപ്സ് ആവാനുള്ള സാധ്യത. കാരണം ഇത്തരം ചിന്ത കയറിക്കഴിഞ്ഞാൽ ആ ചിന്തയെ നമുക്ക് പിന്നെ തടയുക എന്നുള്ളത് വലിയ പണിയാണ്. ആദ്യത്തെ, അതായത് ചിന്തയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്
ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ പ്രയാസമാണ് ചിന്ത വന്നു കഴിഞ്ഞ് അത് ചിന്തിച്ച് കഴിഞ്ഞ് അതിനെക്കുറിച്ചുള്ള ഒരു കൊതി മനസ്സിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുടിക്കാതിരിക്കാനുള്ള ഒരു ഒഴിവാക്കണമെങ്കിൽ ഭയങ്കര സ്ട്രെയിൻ എടുക്കേണ്ടി വരും. ആ സമയത്ത് അനുകൂലമായ ഒരു സന്ദർഭവും കൂടിയാണ് ഉണ്ടാവുന്നതെങ്കിൽ അയാൾ കുടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത്, ആൾക്കാർ പറയുന്നത് ഇപ്പൊ കുടിക്കാനുള്ള സന്ദർഭം ഉണ്ടായതുകൊണ്ടാണോ കുടിക്കുന്നത്? ഇപ്പോ ഒരു കല്യാണത്തിന് പോയി, അതും ദൂരെ ഒരു സ്ഥലത്ത്, ഒറ്റയ്ക്കാണ് പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോ എല്ലാവരും മദ്യപിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ അവരിങ്ങനെ നിർബന്ധിച്ചപ്പോ ഒന്ന് കുടിച്ചുപോയി. അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ യാത്ര പോകുന്ന സമയത്ത് എല്ലാവരും മദ്യപിക്കുന്നുണ്ടായിരുന്നു, ആ സമയത്ത് ഞാൻ കുടിച്ചുപോയി, ആ ഒരു സന്ദർഭത്തിൽ ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞിങ്ങനെ പറയുന്നത് സംഗതി കേൾക്കാം. പക്ഷെ അവിടെ ഇയാളെ ഈ ഒരു ചിന്തയെ കുടിക്കണം എന്നുള്ള ചിന്ത വരാനുള്ള ആ സന്ദർഭത്തെ മുൻകൂട്ടി കണ്ട് ആ ചിന്ത വരാതെ ഇരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിൽ മാത്രമേ ഇയാൾക്ക് റിലാപ്സ് ആവാതിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏതൊരു സന്ദർഭവും കുടിയിലേക്ക് നയിക്കുന്ന സന്ദർഭങ്ങളെ ലിസ്റ്റ് ചെയ്യുകയും ആ സന്ദർഭങ്ങളെ നമ്മൾ ഇടപെടാൻ പോകുന്ന സമയത്ത് ആ സന്ദർഭങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ആ ചിന്ത കയറി വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. അതാണ് ഒരു പണി. രണ്ടാമത്തെ പണി എന്ന് പറയുന്നത് അത്തരം ചിന്തകളെ നമ്മുടെ ഉള്ളില് ബോധ മനസ്സിൽ അത്തരം സന്ദർഭങ്ങളിൽ ഈ മദ്യത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളാണ് നമ്മളുടെ മനസ്സിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ ആ നല്ല ഓർമ്മയുടെ സ്ഥാനത്ത് മോശം ഓർമ്മകൾ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിൽ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറാപ്പി എന്ന് പറയും, ഹിപ്നോ തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പണ്ട് രസകരമായി കുടിച്ചിരുന്ന പല മദ്യപാന സദസ്സുകളും ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ അതിയായ എന്താ പറയുക വെറുപ്പാണ് തോന്നുന്നത്, അല്ലെങ്കിൽ സങ്കടമാണ് തോന്നുന്നത്. അന്ന് ഞാനത് കുടിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ള അനുഭവമായിരുന്നെങ്കിൽ ഇന്ന് എനിക്കത് വളരെ വിഷമകരമായ അനുഭവമാണ് തോന്നുന്നത്. ഈ ഒരു തെറാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഷെയറിങ്ങിലൂടെ നടക്കുന്നത്. മുമ്പ് സന്തോഷകരമായി കുടിച്ച അനുഭവങ്ങൾ നമ്മൾ സാധാരണ ഈ ഓരോ ദിവസവും കുടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഓരോ ദിവസവും നമ്മൾ കുടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കുടിച്ച രസകരമായ അനുഭവങ്ങളാണ് പറയുക. അപ്പോഴാണ് നമുക്ക് കുറേ കൂടി ഇൻട്രസ്റ്റ് വരിക. നമ്മളിപ്പോൾ നേരെ തിരിച്ച് അതിൻ്റെ അകത്ത് അതേ സന്ദർഭം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുമ്പോൾ എനിക്കിപ്പോൾ വളരെ അത് കഷ്ടത അനുഭവപ്പെട്ട ഒരു സന്ദർഭമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. വളരെ ദുഃഖകരമായ ഒരു അനുഭവമായിട്ട് ആണ് ഞാൻ അതിനെ കാണുന്നത് എന്ന് പറഞ്ഞ് ആ സന്ദർഭങ്ങളെല്ലാം, അതായത് കുടിയുടെ രസകരമായ അനുഭവിച്ച സന്ദർഭങ്ങളെല്ലാം എടുത്തിട്ട് അത് ദുഃഖകരമായ അനുഭവമായിരുന്നു എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് അത് സേവ് ചെയ്ത് വെക്കാന്നുള്ളത്. അത് നിരന്തരം പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചാൽ ഈ സന്ദർഭം വരുമ്പോൾ രസകരമായ ഓർമ്മ നമുക്ക് പുറത്തേക്ക് വരില്ല, ദുഃഖകരമായ ഓർമ്മയാണ് വരിക. അത് കുടിക്കാതിരിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. അതാണ് നല്ലൊരു തെറാപ്പിയാണത്. നമുക്കൊരു ശത്രുവിനെ ഇല്ലാതാക്കാനുള്ള ഒരു തെറാപ്പിയാണത്. ഒരു ശത്രുവിനെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരലുണ്ടെങ്കിൽ അതിനെ നമുക്ക് മിത്രമാക്കി മാറ്റാം എന്ന് പറയുന്നത് ആ ശത്രുവിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക, മനസ്സിനെ പൂർണ്ണമായും ഇങ്ങോട്ട് മനസ്സിലേക്ക് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുക, അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നേരത്തെ എനിക്ക് ഭയങ്കര ദേഷ്യം വരുമായിരുന്നു, പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടലാണ്, ആ ശത്രുതാപരമായ ഇടപെടലാണ് എന്നെ ഇപ്പോൾ ഈ നിലയിലേക്ക് എത്തിച്ചത്. എന്നെ ഇന്നിപ്പോൾ ഈ നിലയിലാക്കി നിർത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടലാണ്, ശത്രുതാപരമായ ഇടപെടലാണ് എന്ന് ഞാൻ കുറച്ച് ദിവസം തുടർച്ചയായി ചിന്തിക്കുകയാണെങ്കിൽ ആ ശത്രുവിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. ഏതൊരു ശത്രുവിനെയും നമുക്ക് എന്താ പറയുക സംഹരിക്കാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണത്. ശത്രുവിനെ എടുക്കുക,
അതല്ലെങ്കിൽ ആ ശത്രുവിനെ കുറിച്ചുള്ള മോശം കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുക. ഇതൊരു തെറാപ്പി ഒരു സ്റ്റൈലാണ്. ഇതേപോലെ രസകരമായ മദ്യപാനത്തിന്റെ ഓർമ്മകളെ മുഴുവൻ എടുത്ത് അത് മുഴുവനും ദുരന്തമായ ഓർമ്മകളാക്കി മാറ്റുക എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കണം. അങ്ങനെ നടക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ആ മോശം വശങ്ങളെ മുഴുവനും എടുക്കണം. ആ എടുത്തതിന് ശേഷം വേണം അവിടെ മറ്റേത് പുതിയ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ആഡ് ചെയ്ത് സേവ് ചെയ്തൊക്കെ. പലപ്പോഴും നമ്മളോട് പറയാറുണ്ട് അത് മറന്നു കളയാൻ. ഒരു ശത്രുവിനെ മറന്നു കളയാൻ, അല്ലെങ്കിൽ ആ മോശം അനുഭവം നിങ്ങൾ മറന്നു കളയുന്നു. ഒരിക്കലും പറ്റാത്ത ഒരു കാര്യമാണ് ഈ മറന്നു കളയാന്ന് പറയുന്നത്. ഒരു ഓർമ്മയിലേക്ക് വന്ന ഒരു സംഗതിയെ നമുക്ക് മറക്കുക എന്നുള്ളത് അസാധ്യമാണ്. നമ്മൾ മറക്കാൻ വേണ്ടി എപ്പോൾ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ അത് ഓർമ്മപ്പെടുത്തലായിക്കൊണ്ടിരിക്കും. ഓർമ്മകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് മറക്കുക എന്നുള്ളത് നടക്കൂല. മറിച്ചും ആ മോശം അവസ്ഥയെ അതൊരു അനുകൂല അവസ്ഥയാക്കി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നടക്കും. പുതിയതിനെ കാരണം ഈ ഉപബോധ മനസ്സിന്റെ പ്രത്യേകത അതിന് ചിന്തിക്കാനുള്ള കഴിവില്ല. എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അത് അപ്പടി അങ്ങ് സ്വീകരിച്ചു വെച്ചോളും. അതുകൊണ്ട് നമ്മൾ ബോധപൂർവം നമ്മൾ മറിച്ചുള്ള നമുക്ക് ആവശ്യമുള്ള തരത്തിൽ ഉള്ള സ്റ്റേറ്റ്മെന്റുകളാക്കി, നല്ല സ്റ്റേറ്റ്മെന്റുകളാക്കി അത് നമ്മൾ അത് സേവ് ചെയ്ത് വെച്ചാൽ ആ സന്ദർഭം വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പുറത്തേക്ക് വരും. അതായത് ഒരു ആഘോഷ പരിപാടിയിൽ നേരത്തെ മദ്യപിക്കുന്നത് എനിക്ക് വളരെ അനുകൂലമായ ഒരു സംഗതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആഘോഷവേളകൾ വരുന്ന സമയത്ത് മദ്യപിക്കാനുള്ള ഒരു സംഗതി വരുമ്പോൾ എനിക്ക് ആ മദ്യത്തിൽ നിന്ന് ആക്കാനുള്ള ഒരു അപാരമായ ശക്തി എനിക്കിപ്പോൾ വരുന്നുണ്ട്. ആ മദ്യത്തിന്റെ ആ ദൂഷ്യമായ വശങ്ങളെക്കുറിച്ച് എനിക്ക് അന്നേരം എന്നെ ഓർമ്മപ്പെടുത്തും. ആ ഒരു സന്ദർഭം കാണുമ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തുന്നത് മദ്യപിച്ചാലുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളെ എന്നെ ഓർമ്മപ്പെടുത്തും ആ സന്ദർഭം എന്ന് ചെറിയ സ്റ്റേറ്റ്മെന്റുകളാക്കിയിട്ട് അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഉറക്കെ പറയുകയാണെങ്കിൽ അത് വളരെ എളുപ്പമുണ്ട് സേവ് ചെയ്യാൻ. നമ്മൾ പതിയെ പറയുന്നേക്കാൾ നല്ലത് ഉറക്കെ പറയാം. അതുകൊണ്ടാണ് മീറ്റിങ്ങിൽ ഷെയറിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഉപബോധ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ നമ്മൾ പങ്കുവെക്കേണ്ടത് നമ്മൾക്ക് എന്താണോ ആവേണ്ടത് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. എന്താവണം, എൻ്റെ മനസ്സിൽ എന്താവണം. അതിന് ചിലതൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലാത്തുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് അത് നമ്മളിലേക്ക് നിരന്തരം അത് കയറ്റിയെടുക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ നമുക്ക് ഈ മാറ്റിയെടുക്കാവുന്ന ഒരുപാട് സന്ദർഭങ്ങൾ, ഇപ്പൊ കുടിയിലേക്ക് പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളെ നമുക്ക് അതുപോലെ മാറ്റിയെടുക്കാൻ പറ്റും. ഈ സുബോധ ജീവിതത്തിൽ പുസ്തകത്തിൽ പറയുന്ന ദേഷ്യം വരുന്ന സമയത്ത്, മുമ്പൊക്കെ ദേഷ്യം വരുന്ന സമയത്ത് എനിക്ക് മദ്യപിക്കാൻ തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ദേഷ്യം വരുന്ന സമയത്ത് എന്താണെന്നറിയില്ല, എനിക്ക് മദ്യത്തോട് ഭയങ്കരമായ ഒരു വിരക്തി വരികയാണ്. മദ്യം എനിക്ക് പറ്റില്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് ദേഷ്യം വരുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ആഹ്ലാദം വരുന്ന സമയത്ത്, സന്തോഷം വരുന്ന സമയത്ത് എനിക്ക് മദ്യപിക്കാൻ തോന്നുമായിരുന്നു, മദ്യപിക്കാനുള്ള ഓർമ്മ വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര ആഹ്ലാദം വരുന്ന സമയത്ത് മദ്യത്തിന്റെ ആ തീവ്രമായ അനുഭവമാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്ന് ഞാൻ ഈ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഏത് വികാരമാണോ നമ്മളെ മദ്യത്തിലേക്ക് നയിച്ചത്, ആ വികാരത്തിന്റെ സ്ഥാനത്ത്, ആ വികാരം വരുമ്പോൾ ഉണ്ടാവുന്ന ചിന്തയുടെ സ്ഥാനത്ത് പുതിയ ചിന്തകളെ നമ്മൾ കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ശരിക്കും നമ്മളിൽ ഒരു പരിവർത്തനം സംഭവിക്കുക. അതല്ലാതെ അതെല്ലാം അവിടെ അടച്ചു പൂട്ടി വെച്ച് അത് തുറക്കാത്ത അലമാരയാക്കി, ഒരു അലമാരിയിലിട്ട് അടച്ചു പൂട്ടി വെക്കുന്നത് പോലെ അതിനെക്കുറിച്ച് ഓർക്കുക പോലും ചെയ്യാതെ, ഞാൻ എന്തിനാണ് അതിനെക്കുറിച്ച് ഓർക്കുന്നത്? അതൊക്കെ കഴിഞ്ഞ കാലമല്ലേ. ഞാനത് കുടിച്ച് നടന്ന കാലം കഴിഞ്ഞ കാലമാണ്. ഇനിയിപ്പോൾ അതെല്ലാം ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. പുതിയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോവുക. ഇത് ആണ് ഒരു പരിധി വരെ പല ആൾക്കാരും ചിന്തിക്കുന്നത്. അത് ശരിയാണ്, അങ്ങനെ പോവുകയും ചെയ്യാം. പക്ഷേ ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ ഈ പറഞ്ഞ
സംഗതികളൊന്നും നടക്കില്ല. മനസ്സിൻ്റെ ശക്തി കുറയും. അനുകൂല സാഹചര്യമാണ് എപ്പോഴും ഉള്ളതെങ്കിൽ മനസ്സിന് ശക്തി ഉണ്ടാവും, മദ്യപിക്കാതിരിക്കും. പ്രതികൂല സാഹചര്യങ്ങൾ വരും. അപ്പം എന്താണ് പ്രതികൂല സാഹചര്യം? നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇടപാട് നേരിട്ടപ്പോൾ അതിൽ നഷ്ടം സംഭവിക്കുക, ഭാര്യ ഞാൻ വിചാരിച്ച പോലെ ഉള്ള ഒരു നടപടികളിൽ വരാതിരിക്കുക, ആ റൂട്ടിൽ വരാതിരിക്കുക, മക്കള് നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, അവരവരുടെ തോന്നിയാസം സംഗതികൾ, എനിക്ക് തീരെ പിടിക്കാത്ത കാര്യങ്ങൾ മക്കൾ ചെയ്യുന്നുണ്ട്, ഭാര്യ ചെയ്യുന്നുണ്ട്. അതുപോലെ പല ആൾക്കാരും എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടപ്പോൾ അത് വിജയം കാണുന്നില്ല, ചിലത് പരാജയപ്പെട്ടു പോവുക. അപ്പം ഇങ്ങനെ നമുക്ക് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ വന്നിരിക്കും. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല നടക്കുന്നത്. കാരണം ഞാൻ വിചാരിച്ച പോലെ എന്നെ പോലെ എനിക്ക് നടത്താൻ കഴിയില്ല, പിന്നെയുള്ള ബാക്കിയുള്ളവരെ. പക്ഷേ ഈ സാഹചര്യങ്ങളെല്ലാം ചിലപ്പോൾ ഒരു കൃഷി ചെയ്ത് അത് ചിലപ്പോൾ പന്നി കുത്തിപ്പോവാം, ഒരു പ്രതികൂല സാഹചര്യമാണ്. അതേപോലെ ഒരു ഇടപാട് നടത്തി കഴിഞ്ഞാൽ ആ ഇടപാടിൽ നഷ്ടം വന്നേക്കാം, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ. പെട്ടെന്ന് ഇരിക്കുന്ന സമയത്ത്, സുഖമായിട്ടിരിക്കുന്ന സമയത്തേക്ക് ഒരാൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വരുന്നുണ്ടാവാം, അസുഖം വന്ന ഹോസ്പിറ്റലൈസ്ഡ് ആവാം, പ്രതികൂല സാഹചര്യമാണ്. അങ്ങനെ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു ശക്തി, മനക്കരുത്ത് സ്വാഭാവികമായിട്ടും മദ്യാസക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ മദ്യത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് അല്പം ശക്തി സംഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൂല സാഹചര്യം വരുമ്പോൾ മനസ്സിൻ്റെ പവർ താഴോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മദ്യത്തിൻ്റെ ശക്തി കൂടി വരും. അപ്പം അതുകൊണ്ട് ഈ പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളത് ഒരു അജണ്ടയാക്കിക്കൊണ്ട് ചർച്ച ചെയ്യുകയും അതിനെ നേരിടാൻ എങ്ങനെ എനിക്ക് കരുത്തുണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും ചെയ്യാം. അതിലാണ് ശരിക്കും ആൽക്കഹോളിക്സ് അനോണിമസ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും മികച്ച ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ ഈശ്വര വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസം. ആ എനർജി ഉണ്ടാക്കിയെടുക്കാൻ, കാരണം ഈ എല്ലാം ശരിയാകും, ഈ കാർമേഘവും മാഞ്ഞു പോകും. ഇത് ഞാൻ ഇപ്പോൾ ഒരു യാത്രയാണ്, ഈ യാത്രയിൽ കാട്ടിലൂടെയുള്ള യാത്രയാണ്, ഇപ്പോൾ ഞാനൊരു കൊടുങ്കാട്ടിലാണ്. പക്ഷേ ഈ കൊടുങ്കാട്ടിൽ നിന്ന് ഞാൻ പെട്ടെന്ന് പുറത്ത് കടക്കും, ഈ മഴയും മാറും, ഈ വെയിലും മാറും എന്നുള്ള ആ ഒരു വിശ്വാസമുണ്ടല്ലോ, ആ ഒരു വിശ്വാസത്തിൽ നമ്മളെ ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ നമുക്ക് ഈശ്വരനിലുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, ഇതുപോലെ എത്രയോ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഒരു സംഭവവും അധികാലം നിലനിന്നിട്ടില്ല. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സംഭവങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാറി, അതിമനോഹരമായ ദിവസങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ ദിവസവും സൂര്യപ്രകാശം ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ, പല ദിവസങ്ങളും സൂര്യനെ കാണാറ് പോലുമില്ല. ഇതേപോലെ ജീവിതത്തിനും പല ദിവസങ്ങളും വളരെ മോശപ്പെട്ട ദിവസങ്ങൾ ഉണ്ടാകുമെന്നും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്നും അത് നിലനിൽക്കുന്നതല്ലെന്നും തൊട്ടപ്പുറത്ത് വെളിച്ചമുള്ള ഒരു ദിവസമുണ്ട് എന്നും എന്നെ വിശ്വസിപ്പിച്ച് അതിനെനിക്ക് ശക്തി തരുന്ന ഒരു വലിയ ശക്തിയാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ അമ്മയുടെ അച്ഛൻ്റെയും ഒക്കെ കൈപിടിച്ച് നടന്നപ്പോൾ അവരെ വിശ്വസിച്ചതുപോലെ പിന്നീട് നമ്മുടെയൊക്കെ കാലത്ത് അധ്യാപകരെ നമ്മളെ കൈപിടിച്ച് നടത്തിയപ്പോൾ അവരെ വിശ്വസിച്ചതുപോലെ പ്രായപൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കാനും കൈപിടിച്ച് നടത്താനും നമ്മൾക്ക് ആകെ ഉള്ളത് ഈ ഈശ്വരനാണ്. ആരെങ്കിലും ഒരാൾ ഒരു വഴികാട്ടിയായിട്ട് കൂടെ ഇല്ലാത്ത ഒരാൾക്ക് വഴിതെറ്റി പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഒരു വഴികാട്ടി എപ്പോഴും ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഈ വഴികാട്ടിയുടെ ആവശ്യം നമുക്ക് വേണ്ടെന്ന് വെച്ചു. വഴികാട്ടിയുടെ ആവശ്യം നമുക്ക് വേണ്ടെന്ന് വെച്ചു.
വഴികാട്ടി നമ്മൾ ഒഴിവാക്കി. പക്ഷെ ആ പ്രായപൂർത്തിയായതിനു ശേഷമുള്ള ജീവിതാവസാനം വരെയുള്ള നമ്മളുടെ വഴികാട്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഈശ്വരൻ. ഞാൻ എന്ത് ചെയ്യണം, ചെയ്യണ്ട, എങ്ങോട്ട് പോകണം, പോകണ്ട, ഇതൊക്കെ നമ്മളോട് കൃത്യമായ ഒരു ഉപദേശവും നിർദ്ദേശവും തരാൻ ആരെങ്കിലും വേണല്ലോ. അത് എനിക്ക് വിശ്വസിക്കുന്ന ഒരാൾ വേണല്ലോ, വിശ്വാസമുള്ള ഒരാൾ വേണല്ലോ, അത് ശരിയായിരിക്കുകയും വേണല്ലോ. അത് ശരിയായിരിക്കുകയും വേണം, വിശ്വാസവും വേണം. അങ്ങനെ ഒരാള് നമുക്ക് ഒരു നല്ല ഒരു സുഹൃത്തുണ്ടെങ്കിൽ കുറേയൊക്കെ അത് നടക്കും. പക്ഷെ എന്നാലും എത്ര നല്ല സുഹൃത്താണെങ്കിലും ആ സുഹൃത്തിനും ഒരു ജീവിതം ഉണ്ടല്ലോ. ആ സുഹൃത്തിന്റെ ജീവിതവും ജീവിത കാഴ്ചപ്പാടും ഉള്ളതുകൊണ്ട് അയാൾക്കും അയാളുടേതായ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കാലവും ഒരു സുഹൃത്തിനെയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റാത്തൊരു സമയം ഉണ്ടെങ്കിലും, അപ്പൊ നമുക്ക് ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും ഇടപെടാനും നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനും കഴിയുന്ന ഒരു വലിയ ശക്തിയെ നമ്മൾ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ ആ ശക്തി നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഏത് ശക്തി കുറയുന്ന സമയത്തും നമ്മളുടെ മനസ്സിന് ശക്തി പകർന്നു തരാൻ ആ വലിയ ശക്തിക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മറികടന്നു പോകാൻ പറ്റും. അപ്പൊ മനസ്സിന്റെ ശക്തി കുറയുന്നത് കൊണ്ടാണ് റിലാപ്സ് സംഭവിക്കുന്നത്. മനസ്സിന്റെ ശക്തി കൂട്ടാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് മീറ്റിംഗ് ആണ്. മീറ്റിംഗ് നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ശക്തി ഉണ്ടാവും. നമുക്കറിയാം, നമ്മൾ വല്ലാത്ത ഒരു ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഒരു മീറ്റിങ്ങിന് പോയി നോക്കൂ. ആ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ആ മറ്റുള്ള ആൾക്കാരുടെ പങ്കുവയ്ക്കൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ശക്തി വരുന്നുണ്ട്. നമ്മളൊരു പുസ്തകം എടുത്ത് വായിച്ചു നോക്കൂ, രേയന്റെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കൂ, മനസ്സിന്റെ ശക്തി വല്ലാതെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിന് ശക്തി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പങ്കുവയ്ക്കലായിട്ടും വായനയായിട്ടും സൗഹൃദമായിട്ടും ഒക്കെ നമുക്ക് മനസ്സിന് ശക്തി ഉണ്ടാവും. പക്ഷെ അതും എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഏത് സമയത്തും കിട്ടാവുന്ന ഒരു ശക്തിയെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രതികൂല സാഹചര്യങ്ങളില് മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരാതിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ പുനഃപതനത്തെ തടയാൻ കഴിയാം. അങ്ങനെ അത് ഈ പറഞ്ഞ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉരുവിടലല്ലാതെ നമ്മൾ മുമ്പ് പങ്കുവച്ചിട്ടുണ്ട്. ഉരുവിടലല്ല ഈ പ്രാർത്ഥന. ശരിക്കും എനിക്ക് ഇപ്പൊ ഇന്ന് തന്നെ 2 പ്രാവശ്യം എൻ്റെ മനസ്സിന്റെ എനർജി ലോ ആയിപ്പോയി. ഞാൻ ആ സമയത്ത് 2 തവണയും ചെയ്തത് ഈ എനർജിയെ, എനിക്കറിയാമല്ലോ ഈ എനർജി ഇവിടെ ഉണ്ടെന്നുള്ളത്. ആ എനർജിയെ ഞാൻ ഉള്ളിലേക്ക് എടുത്തതാണ്, ഉള്ളിലേക്ക് വഹിച്ചിട്ടാണ് ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത്. 2 പ്രതികൂല സാഹചര്യങ്ങൾ എൻ്റെ എന്താ പറയാ കുടുംബത്തിലുണ്ടായി. അപ്പൊ പെട്ടെന്ന് തന്നെ സ്വാഭാവികമായിട്ടും നമ്മളുടെ അയ്യോ എന്ത് ചെയ്യും, എന്താക്കും എന്നുള്ള ഒരു ചിന്ത നമുക്ക് കയറി വന്നു കഴിഞ്ഞാൽ അപ്പത്തേക്ക് എനർജി അങ്ങ് പോവായി. അപ്പൊ എന്തെങ്കിലും ആക്കണമെങ്കിൽ എന്ത് വേണം, ഒന്ന് സ്വസ്ഥമായിരുന്നു ചിന്തിക്കണമല്ലോ. സ്വസ്ഥമായിരുന്നു ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം, എനർജി വേണമല്ലോ. അപ്പൊ ആദ്യം എനർജിയെ നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ആ എനർജി ഇവിടെ ഉണ്ടല്ലോ, ഈശ്വരന്റെ. ആ ഈശ്വരന്റെ എനർജിയെ നമ്മൾ ഉള്ളിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സാഹചര്യത്തെ നേരിടാൻ കഴിയും. ഇല്ലെങ്കിൽ ഈ നെഗറ്റീവ് ചിന്തകൾ അല്ലാതെ തലപൊക്കുകയും അത് ഒരു കുടിയിലേക്ക് നയിക്കുകയും ചെയ്യും. അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് നമുക്ക് നടത്തേണ്ടത്. അതിനുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ സുബോധ പുസ്തകത്തിൽ, ജീവിത പുസ്തകത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവാതിരിക്കാൻ എന്താ ചെയ്യുക? ഉണ്ടാവാതിരിക്കാൻ മനസ്സിനെ വെറുതെ വിടരുത്. മനസ്സ് എപ്പോഴും എന്തിലെങ്കിലും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിനെ ആടി കഴിഞ്ഞ് പോകില്ല. വെറുതെ കുത്തിയിരിക്കരുത്. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് ചിന്തകൾ വരും. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഈ ആത്മീയത പറയുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യുക,
ഒരാൾക്ക് ഉപകാരം ചെയ്യുക, സേവനം ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ ശരിക്കും നമ്മളെ നന്നായിട്ട് അതിൽ നമ്മൾ ആസ്വദിക്കുകയും വേണം കേട്ടോ. ഈ ഉപകാരം ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ആസ്വദിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. അയാള് വളരെ കഷ്ടപ്പെട്ടാണ് ഉപകാരം ചെയ്യുക. അല്ലെങ്കിൽ അയാളെ ഒരു ശപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രായം കൊണ്ട് എന്തൊരു കഷ്ടമായത് ഓരോ സമയത്ത് ഓരോന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മേഖലയിലേക്ക് വരുന്ന സമയത്ത് വളരെ നെഗറ്റീവായിട്ടാണ് അതിനെ കാണുന്നതെങ്കിൽ അങ്ങനെ ഉപകാരം ചെയ്യാൻ പോയിട്ടും വലിയ കാര്യമില്ല. മറ്റു മധ്യാസക്തരെ സഹായിക്കുക, മറ്റുള്ളവർക്കൊക്കെ ഉപകാരം ചെയ്യുക, മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് വല്ലാത്ത എനർജി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാക്കുന്ന എനർജി ആണ് ശരിക്കും ഈ എൻഡോർഫിൻ എന്ന് പറയുന്നൊരു ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഭയങ്കരമായ എനർജിയാണ്. അതുപോലെ നമ്മുടെ ശരീരത്തെ നെഗറ്റീവ് തോട്ടിലേക്ക് നയിക്കുന്ന സംഗതി എന്താ പറയാ ആരോഗ്യമില്ലാത്ത ഒരു ശരീരമാണ്. അതുകൊണ്ട് ആ ശരീരത്തെ ആരോഗ്യപൂർണമാക്കി വെക്കാൻ വേണ്ടി നിരന്തരം വ്യായാമം ചെയ്യാം. നിരന്തരമായി വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരീരത്തിന് എനർജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ഭക്ഷണത്തിൽ ക്രമീകരണം കൊണ്ടുവരിക, സമയത്ത് ഭക്ഷണം കഴിക്കുക, അതും നമുക്ക് നല്ല എനർജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് ഉണരുക, അതും നമുക്ക് ശരീരത്തിന് എനർജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ശരീരത്തിന്റെ എനർജി താഴ്ന്നു പോവാതിരിക്കാനുള്ള ഘട്ടങ്ങൾ കൂടി നമുക്ക് ചിലപ്പോൾ ഈ ഓവർലോഡ് വർക്ക് ചെയ്യാം, ക്ഷീണിക്കുന്നോടം വരെ വർക്ക് ചെയ്യാം. ഈ ക്ഷീണവും മദ്യപാനവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മൾ മദ്യപാനമൊക്കെ നിർത്തി ഏല് വന്നു കഴിഞ്ഞാൽ പിന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കാരണം ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓവർ ടൈം അധ്വാനിക്കുന്ന ശരീരത്തിന്റെ ക്ഷീണം പോലും നോക്കുന്നില്ല എങ്കിൽ അയാളുടെ ശരീരത്തിന്റെ ക്ഷീണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സമയത്ത് അയാൾക്ക് സ്വാഭാവികമായിട്ടും കുടിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ ശരീരത്തിന് റിലാക്സ്, എപ്പോഴും റിലാക്സ് ആയിട്ടുള്ള ഒരു ശരീരമാവണം, ഓവർലോഡ് വർക്ക് ചെയ്യരുത്. മാത്രമല്ല ആക്റ്റീവായിട്ടായിട്ടുള്ള ബോഡി ശരീരം ഉണ്ടാവണം. കഴിയുന്നത്ര എക്സസൈസ് ചെയ്യാം. യോഗയാവാം, ധ്യാനമാവാം, യോഗയാവാം, അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ് ആവാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ജിമ്മിലോ അവിടെ ഇവിടെയൊക്കെ അല്ലെങ്കിൽ കളിയോ എന്തെങ്കിലും കളികളോ ഒക്കെ ആവാം. ഇതൊക്കെ അല്ലെങ്കിൽ രാവിലെ നടക്കാൻ ഇറങ്ങാം, കുറച്ചു നേരം ഓടാം. ഇതൊക്കെ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ എനർജി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതെന്തിനാ ഞാൻ ചെയ്യുന്നത് എന്ന് ചിലപ്പോൾ ചിലർ ആലോചിക്കും. ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഈ ആരോഗ്യവും ശാരീരിക ആരോഗ്യവും മനസ്സും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ശരീരത്തിന് ക്ഷീണം സംഭവിച്ചു കഴിയുമ്പോൾ മനസ്സിൽ നിരാശ വരും, എന്തെങ്കിലും ഒരു ക്ഷീണം സംഭവിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ ശരീരം ആക്ടിവേറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ് ഒരു എനർജൈസർ ആയിട്ടുള്ള ഒരു സംഗതി, പുനഃപതനത്തിലേക്ക് പോവാതിരിക്കാനുള്ള കാര്യം. അപ്പൊ ഈ പുനഃപതനത്തിലേക്ക് പോയ ആൾക്കാരെ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ മനസ്സിലാവുക അവര് പലരും ഇതിന്റെ അരികത്തുകൂടി പോയ ആൾക്കാരാണ്. ഈ എ മീറ്റിങ്ങിന്റെ അരികിലൂടെ അരികിലൂടെ പോകുന്ന ആൾക്കാരുടെ ഉള്ളിന്റെ ഉള്ളില് മദ്യത്തോടുള്ള ഒരു കൊതി, ഒരു ഇഷ്ടം അയാൾ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ അനുകൂല സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് അത് പുറത്തു വരാത്തത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂല സാഹചര്യം വന്നാൽ ഈ മദ്യപിക്കുക എന്നുള്ള പ്രവൃത്തിയിലേക്ക് കടക്കാൻ വലിയ താമസം ഉണ്ടാവില്ല. അതുകൊണ്ട് മദ്യത്തിന് അനുകൂലമായിട്ടുള്ള നമ്മളുടെ എല്ലാ സിറ്റുവേഷനുകളെയും കുറിച്ച് നല്ല ബോധവാനായി അതിനെ നമ്മൾ ഒന്നൊന്നായി മറികടക്കുകയും എന്നിട്ട് നമ്മൾ ഈ ഒന്നാം പടി പറയുന്നത് പോലെ ഞാനൊരു മദ്യാസക്ത രോഗിയാണ് എന്ന ഒരു ചിന്ത നിരന്തരം നമ്മുടെ ഉള്ളിലേക്ക് അത് സേവ് ചെയ്ത് വെക്കുകയും, അതേപോലെ നെഗറ്റീവായിട്ട് വരുന്ന നെഗറ്റീവ് ചിന്ത വരാൻ സാധ്യതയുള്ള എല്ലാ സന്ദർഭങ്ങളെയും മുൻകരുതലോടുകൂടി വീക്ഷിക്കുകയും ചെയ്യണം. എന്നിട്ട് അത് നമ്മൾ പങ്കുവയ്ക്കുകയും ചെയ്യാം. മീറ്റിങ്ങിൽ പോയിട്ട് പങ്കുവയ്ക്കുക. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ വളരുകയുള്ളൂ. നമ്മളുടെ മനസ്സ് കുടി നിർത്തിയിടത്തുനിന്നുള്ള ആ മനസ്സ് അതിനെ വളരാൻ അനുവദിക്കണം. എങ്ങനെ വളരണം? അത് ഒന്നും ചെയ്തില്ലെങ്കിൽ അത് നെഗറ്റീവായിട്ടാണ് വളരുക.
നമുക്കറിയാം ഒരു പറമ്പില് നമ്മൾ എന്തെങ്കിലും നട്ടിട്ട് കാര്യമൊന്നുമില്ല. ഒന്നും ചെയ്തില്ലെങ്കിൽ അവിടെ വളരുക കാടുകളാണ്. അപ്പൊ കാടുകളെ വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നട്ട വിള അവിടെ കാണില്ല. കുറെ കഴിയുമ്പോൾ നമ്മൾ നട്ട വിളയുടെ മുകളിൽ കാട് കയറി മൂടിയിട്ടുണ്ടാവും. അപ്പൊ കാട് കയറി മൂടാൻ സാധ്യതയുള്ള കാടുകളെല്ലാം മുൻകരുതലോടുകൂടി നമ്മൾ ഇങ്ങനെ ഒന്നൊന്നായി അതിനെ നശിപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾ നട്ട വിള അത് നല്ല വിളവ് തരുള്ളൂ. നമ്മൾ നട്ടത് എന്താണ്? മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മൾ നട്ടത്. അതിനെ മറികടക്കാനുള്ള ഇഷ്ടംപോലെ കളകളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അത് അതിശക്തമാണ്. ഇപ്പൊ കളകൾക്കുള്ളൊരു പ്രത്യേകത, അത് നട്ടതല്ല, അതുകൊണ്ട് തന്നെ അത് വളരെ ഫാസ്റ്റായിട്ട് വളരുന്നില്ല. ഞാൻ ആലോചിക്കുന്നത്, ഞാൻ കുറച്ച് കപ്പ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നട്ട കപ്പ എന്തൊരു കഷ്ടപ്പാടാണ് അത് വളർന്നു വരാൻ. എന്നാൽ ആ കപ്പ നട്ട കണ്ടത്തില് ഈ കളകൾ വളർന്നു വരാൻ എത്ര ഫാസ്റ്റായിട്ടാണ് അവർ വരുന്നത്. ഈ കപ്പയുടെ മുകളിലേക്ക് വളരെ വേഗത്തിൽ വരും. അപ്പൊ നട്ടത് വളരുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അല്ലാത്ത സ്വാഭാവികമായിട്ടുള്ളത് വളരുക എന്നുള്ളത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് തോട്ട്സ് പൊങ്ങി വരിക എന്നുള്ളത് വളരെ ഫാസ്റ്റായിരിക്കും. അപ്പൊ അതിനെ മുൻകരുതലോടുകൂടി അതിനെ കാണുകയും അത് ഒന്നൊന്നായി അതിനെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ പുനർപതനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് യാന്ത്രികമായി ഈ മീറ്റിങ്ങിന് പോവുക, മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, കേട്ടത് കുറെ, എന്നിട്ട് എൻ്റെ സ്വഭാവത്തിലുള്ള ചിന്തയിലുള്ള ഏതെങ്കിലും വൈകല്യങ്ങളെ ഞാനത് തുറന്നു കാണിക്കുന്നില്ല, ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നില്ല. മാത്രമല്ല ഈ സ്വഭാവ വൈകല്യങ്ങൾ അവിടെ പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ചില അംഗീകാരം കിട്ടണം, ആദരവ് കിട്ടണം, എന്നെ ഞാൻ പറയുന്നത് കേൾക്കണം, എന്നോട് ചോദിക്കണം, എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള കുറെ സംഗതി. അതായത് അത്തരം ആൾക്കാരെ കുറിച്ച് പറയുന്നത് ന്യൂറോട്ടിക് ആയിട്ടുള്ള ആൾക്കാരെന്നാ പറയാം. അതായത് പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, ഇങ്ങനെ ആയാലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി കൊണ്ടുവരിക. നിർബന്ധ ബുദ്ധി, എന്നെ അംഗീകരിക്കാൻ, എന്നോട് ചോദിക്കാതെയാണ് കാര്യങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അതിന് ബഹളുണ്ടാക്കുക. ചില ആൾക്കാരെ ഒന്നും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുക, ചില യോജിക്കാത്തതിനോട് വളരെ രൂക്ഷമായി പ്രതികരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില സ്വഭാവ സവിശേഷതകൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ബേസിക് ആയിട്ടുണ്ട്. അപ്പൊ ആ സംഗതികൾ എന്ന് പറയുന്നത് അത് തുടർന്നു കൊണ്ടേയിരിക്കും. നമ്മളത് മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ അത് തുടർന്നു കൊണ്ടേയിരിക്കും. അത് തുടർന്നു കൊണ്ടേയിരിക്കുമ്പോൾ അത് മദ്യപാനത്തിന്റെ ശിങ്കിടികളാണ്, മദ്യത്തിന്റെ ശിങ്കിടികളാണ്. അത് ഏത് സമയത്താണ് അതിൻ്റെ കൂടെയുള്ള മദ്യപാനം കൂടി പൊങ്ങി വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള കുറേ സ്വഭാവ സവിശേഷതകൾ നമ്മൾ മദ്യപാന കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടില്ല. അത് ഒരു തൂവല് പോലെ, ഒരു പൊൻതൂവല് പോലെ നമ്മൾ കൊണ്ടു നടക്കുക. കാരണം അങ്ങനെയുള്ള ഒരാള് എന്ന നിലയ്ക്കാണ് നമ്മൾ പേര് കേട്ടിട്ടുള്ളത്. ഭയങ്കര കണിശതയുള്ള ആളാണ്, വിട്ടുവീഴ്ചയില്ലാത്ത ആൾക്കാരാണ്, പറഞ്ഞ വാക്ക് ഉള്ള. അപ്പൊ അതൊക്കെ നല്ലതാണ്. പക്ഷെ ചില കാര്യങ്ങൾക്ക് അത് നല്ലതല്ല. ഒരു കാര്യത്തിനും വിട്ടുവീഴ്ചയില്ലാത്ത ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, വിട്ടുകൊടുക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഞാൻ കേമനാണ് എന്ന് കാണിക്കേണ്ടാത്ത ഒരുപാട് സമയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് കേൾക്കണം എന്ന് വിചാരിക്കേണ്ടാത്ത സ്ഥലങ്ങളുണ്ട്. ഞാനൊരു സാധാരണ ആളാണ് എന്ന് വിചാരിക്കേണ്ട സമയങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ബേസിക് ആയിട്ട് ഈ കുടിക്കുന്ന കാലയളവിൽ നമ്മളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്വഭാവ സവിശേഷതകളാണ്. ഇങ്ങനെയുള്ള ഈ സ്വഭാവ സവിശേഷതകളെ ഒന്നൊന്നായി എടുത്ത് അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സിറ്റുവേഷനുകളെ ഒക്കെ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ. ഇനി ഇതെല്ലാം ഒന്നും മാറിയിട്ടില്ലെങ്കിൽ പോലും നമ്മളെ സിറ്റുവേഷൻ ഒന്നും മാറ്റിയിട്ടില്ല, എന്നാൽ പോലും ഇതേപോലെ ഒരു കുടിക്കാനുള്ള സന്ദർഭം വന്നാൽ നമ്മളുടെ മറ്റ് സാഹചര്യങ്ങളെല്ലാം എന്താ പറയാ എതിരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടേക്കാം.
ഒരു പക്ഷെ എൻ്റെ വീട്ടിലാണ് ഒരു ഫംഗ്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ എൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടേക്കാം. കാരണം അവിടെ ഇവർ അറിയും, അവരറിയും, ഇവരെ അറിയും എന്നുള്ള ചിന്ത. പക്ഷേ ഇതൊന്നുമില്ലാത്ത, പ്രതിബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക്, ഒരു വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കാട്ടിൽ ഒറ്റയ്ക്ക് ഒരു ചെല്ലുമ്പോൾ അവിടെ ഒരു 4-5 പേരും കൂടി ഇരുന്ന് മദ്യപിക്കണം. അതല്ലെങ്കിൽ ഒരു വിദേശ സംസ്ഥാനത്തോ മറ്റ് വിദേശ രാജ്യത്തോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തോ ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും മദ്യപിക്കുകയാണ്. അവിടെ ആരും അറിയാനുമില്ല, കേൾക്കാനുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു തോന്നൽ വരും, ഇത് ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുകൂടി ഇല്ല, അതുകൊണ്ട് ആരും അറിയാനും പോകുന്നില്ല, നമുക്ക് ഇവിടുന്ന് കുടിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു ചിന്ത ഇതാണ്, ആരും അറിയുന്നില്ല എന്ന ഒരു ചിന്ത വരികയാണെങ്കിൽ ഇങ്ങനെ അവിടെ സേവ് ചെയ്യാം, ഞാൻ അറിയും, ദൈവവും അറിയും. ആരും അറിയുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, അത് ഞാൻ അറിയുമല്ലോ ആദ്യം. പണ്ട് ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ പോയി. കാട്ടിൽ ചെന്ന് അപ്പൊ രാത്രിയായപ്പോ അവിടെ കാട്ടില് കയറുന്നോടത്ത് തന്നെ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, രാത്രിയിൽ ഫ്ലാഷ് ഇട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല, കാരണം മൃഗങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് രാത്രിയിൽ ഫ്ലാഷ് ഇട്ട് എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല. അപ്പൊ അതില് 2 പേരുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരുത്തൻ പറഞ്ഞു, ഇങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ. അപ്പൊ മറ്റവൻ പറഞ്ഞു, ഈ കാടല്ലേ, ഇവിടെ ആര് കാണാനാണ്, ആരറിയാനാണ്, നമ്മളൊരു ഫ്ലാഷ് ഇട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ആരെങ്കിലും അറിയാനുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചു. മറ്റേ ആള് പറഞ്ഞ മറുപടി ഇതാണ്, ഞാൻ എടുക്കില്ല ഫോട്ടോ, കാരണം അത് ഈ കാടറിയും, അത് ഞാൻ അറിയും, അത് ദൈവം അറിയും, ഈ 3 സംഗതികൾ അറിയും, അതുകൊണ്ട് ഞാൻ എടുക്കില്ല. ഇപ്പൊ നമ്മൾ എവിടെ ഒറ്റയ്ക്കാണെങ്കിലും നമ്മളിൽ ഉണ്ടാവേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു ചിന്തയാണിത്, അറിയുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, അത് ഞാൻ അറിയല്ലോ, എൻ്റെ ഈശ്വരൻ അറിയല്ലോ, അത് ആ പ്രദേശവും അറിയും, നാടറിയും. അപ്പൊ അതുകൊണ്ട് ഒറ്റയ്ക്കായിരിക്കുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു ചിന്ത നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ, ആരും അറിയില്ല എന്നുള്ള ചിന്തയെ നമ്മൾ മാറ്റി അവിടെ അറിയാനുള്ള ആൾക്കാരുണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ കൊണ്ടുവരികയാണെങ്കിൽ, ഞാൻ പറ്റിക്കുന്നത് എന്നെയാണ്. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ കുടിക്കുന്നത് ഞാൻ ആരെയൊക്കെയോ ചതിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ ചതിച്ചിട്ടില്ല. ഞാൻ എന്നെ ചതിക്കുന്ന അവസരമാണ് ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്ന ഒരു തിരിച്ചറിവ്, ഞാൻ എന്നോട് സത്യസന്ധത പുലർത്തുക, ഞാൻ എന്നോടുള്ള സത്യസന്ധത പുലർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ കഴിയും. ഏതായാലും സമയം 9:35. നല്ലൊരു വിഷയമായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോന്ന് അറിയില്ല. ഇങ്ങനെ നമ്മൾ അടിസ്ഥാനപരമായി നമ്മളില് വർഷങ്ങളായിട്ട് നമ്മളൊരു ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാനസികാവസ്ഥ മാറിയിട്ടില്ലെങ്കിൽ കുടിയിലേക്ക് പിന്നെയും പോകും. അപ്പോൾ ഈ പറഞ്ഞ 4 തരത്തിലുള്ള ചികിത്സ മദ്യാസക്തർക്ക് ആവശ്യമാണ്. ശാരീരിക ചികിത്സ അത് നമ്മൾ ഓൾറെഡി പല ഹോസ്പിറ്റലുകളിൽ നിന്നും കഴിഞ്ഞു, പിന്നെ നമ്മളത് വീട്ടിൽ തുറന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഈ മാനസിക രോഗ ചികിത്സയും വൈകാരിക രോഗ ചികിത്സയും ആത്മീയ രോഗ ചികിത്സയും, ഈ 3 ചികിത്സയും നടത്താനുള്ള ടൂളും അതിന്റെ മരുന്നും നമ്മുടെ തന്നിട്ടുണ്ട്. ആത്മീയ രോഗ ചികിത്സയ്ക്ക് ഈശ്വരനിൽ ശക്തിയെ കൊണ്ടുവരിക, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ മനസ്സിന്റെ എനർജി വർദ്ധിപ്പിക്കുക, അങ്ങനെ ശരിയായി ചിന്തിക്കുക, ശരിയായ തീരുമാനം എടുക്കുക, അതേപോലെ വികാരങ്ങളെ നിയന്ത്രിക്കുക, അതേപോലെ നല്ല കാര്യങ്ങളിലൂടെ നല്ല റൂട്ടിലൂടെ മാത്രം സഞ്ചരിക്കുക. അപ്പൊ ഈ 4 തരത്തിലുള്ള രോഗമായതുകൊണ്ട് ഈ 4 തരവും ശരിക്കും നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുടിയിലേക്ക് നയിക്കും. മിക്കവാറും ഈ റിലാപ്സ് ആവാനുള്ള ഒരു കാരണം, ഒരു കുടി എന്ന് പറയുന്നത് ഒരു ശീലമായിരുന്നു, അത് മാറി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും സംഭവിക്കുന്നത്.
എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു വിജയ മാഷേ. താങ്ക് യു. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം